ഗുരുവായൂർ അമ്പലത്തിലാണ് പോണത്. ദേവുനെ അമ്പലത്തിൽ കയറ്റിയില്ല. ദേവ് ചേച്ചി ക്രിസ്ത്യാനിയാണോ ഹിന്ദു ആണോ ഹിന്ദു ആണോ ചോദിച്ചിട്ടതാണ് പറഞ്ഞിട്ട് കാര്യമില്ല മാറിക്കുക. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രാവിലെ നമ്മൾ ട്രഡീഷണൽ ആയി നിൽക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ അമ്പലത്തേക്കാണ് പോണത്. ഗുരുവായൂർ അമ്പലത്തേക്കാണ് പോണത്. സോ നമ്മളെ ഫോർച്യൂണർ എടുത്തിട്ടുള്ള ഫസ്റ്റ് ട്രിപ്പാണത് കേട്ടോ. നമ്മൾ മാത്രമല്ല, അഭിമാമനും മാമി അമ്മമ്മ അർജുമാമനും ഒക്കെ ഉണ്ട്. സോ ആദ്യം എന്തിനാ പോണേന്ന് പറ. യാദുട്ടന്റെ ചോറൂണിനാണ് പോണത്. ഇവിടെ ഒരു അമ്പലത്തിൽ നടത്തിയതാണ്, പക്ഷെ നമുക്ക് ഗുരുവായൂർ വെച്ച് നടത്തണമെന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മള് ഗുരുവായൂർ പോവാണ്. ഇതാരാ ചേച്ചി? 7 വർഷത്തിന് ശേഷമാണ് ഗുരുവായൂർ. പറയാൻ മറന്നു, ഞാൻ 7 വർഷത്തിന് ശേഷമാണ് ഗുരുവായൂർ കുഞ്ഞുമണിയെ ആണ് ഗുരുവായൂർ പോണത്. ഫസ്റ്റ് പോണത് ഇതിപ്പോ 2ാമത്തെ വട്ടാ പോണത്. ഫസ്റ്റ് ആദ്യമായിട്ട് പോണത് ഞാന് ആദിമോന്റെ ചോറൂണിനാണ്. ഇപ്രാവശ്യം പോണത് ആദിമോന്റെ അനിയന്റെ ചോറൂണിനാണ്. നമ്മുടെ പോർച്ചിന്ന് ആദ്യമായിട്ടാട്ടോ വണ്ടി പുറത്തോട്ട് ഇറക്കണത്. ഞാൻ ബാക്കിലിരുന്നു. ചെറുപ്പം കൊണ്ട് സെറ്റായോ ഫ്രണ്ട്സ്? അപ്പം നമ്മൾ പോവാണ്. അവരിവിടെ നിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വന്ന് നിക്കണ്ട് കേട്ടോ. അമ്മ പറഞ്ഞത് തേക്കുണ്ട് പറഞ്ഞോണ്ട് ഞാനന്ന് നിങ്ങളെ വിളിച്ച അർജുനെ വിളിക്കാൻ മറന്നുപോയി. ആണോ? ആ നേരത്തിൽ അർജുനെ വിളിച്ചാൽ മതി. അപ്പാപ്പി ഷർട്ടില്ലാതെയാണ് അപ്പാപ്പി ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട്. അതെ, റോഡ് നിയമം പാലിക്കുന്നുണ്ട് അപ്പാപ്പി. ഷർട്ട് ഇടാൻ മറന്നുപോയി. നേരം വെളുത്തു. ഞങ്ങള് ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയേക്കാണ് കേട്ടോ. ഇത് ഏതപ്പ സ്ഥലം? പെരിന്തൽമണ്ണ എത്തിട്ടോ ഫ്രണ്ട്സ്. ഞാൻ പറഞ്ഞു നൂൽപുട്ടും കടലക്കറിയും തിന്നാമെന്ന്. ഞാനത് പാവാടയ്ക്ക് കുറച്ച് നീളം കൂടുതലായതുകൊണ്ട് ഞാൻ കേറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഫുഡ് വന്നു, എല്ലാവർക്കും വന്നു ഗൈസ്. പപ്പ പൊറാട്ടയാണ്, പച്ച പൊറാട്ട. നാഷണൽ ഹൈവേ 19 കുറ്റിപ്പുറം പുതിയ പാലം, കാസർഗോഡ് തിരുവനന്തപുരം പുതിയ ഹൈവേ ആദ്യമായിട്ട് വരികയാണ്. നല്ല റോഡ്, അടിപൊളി റോഡ്. അപ്പൊ ഞങ്ങൾ ഗുരുവായൂർ എത്തിച്ചേർന്നിരിക്കുകയാണ്. കറക്റ്റ് 2 മണിക്കൂർ കൊണ്ട് എത്തി. അപ്പം ഞങ്ങൾ ഗുരുവായൂർ എത്തി. കാർ ഇപ്പം പാർക്ക് ചെയ്തു. ഇവിടെ പാർക്കിങ്ങിന്റെ ഏരിയ ഉണ്ട്. അപ്പൊ അവിടെ പാർക്ക് ചെയ്തു. എവിടെയാണ് അമ്പലം എന്ന് ഞങ്ങൾക്ക് അറിയില്ല, എത്ര പോണെന്ന് അറിയില്ല ഗൈസ്. സോ ഇവിടെ നിന്ന് ഇനി ഓട്ടോറിക്ഷ വിളിച്ച് പോകണമെന്നൊന്നും അറിയില്ല. സോ ലെറ്റ്സ്. ഇവിടെയൊക്കെ വീടാണല്ലേ ഇതൊക്കെ? അവിടെ റൂമും കാര്യങ്ങളൊക്കെയാണ് ഗൈസ്. ഇവിടെ എല്ലാരും ഒരുങ്ങാണ്. ഞങ്ങൾ അമ്പലത്തിന്റെ അടുത്ത് എത്തിട്ടോ. ഞാനത്തോട്ട് കയറുന്നില്ലേ, അവനെ പുറത്തിങ്ങനെ കറങ്ങിയിട്ട് ആയാലും വീട്ടിൽ വരും. ഫ്രണ്ട്സ്, ഇവിടം വരെ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഉള്ളിലേക്ക് ഫോൺ കയറ്റാൻ പറ്റില്ല. അതുകൊണ്ട് ഇവിടെ ഞങ്ങള് തൊഴുത് വന്നിട്ട് ബാക്കിയെടുക്കാം. അമ്മൂമ്മ പറ, തൊഴുത് വന്നിട്ട് വീഡിയോ എടുക്കാൻ പറ. തൊഴുത് വന്നിട്ട് വീഡിയോ എടുക്കാൻ പറ. ബാക്കി വീഡിയോ ഞങ്ങൾ ചെരുപ്പ് ഇവിടെ ഊരിയിട്ടാണ്.
ഫ്രണ്ട്സ്, ദേവുവിന് അമ്പലത്തിൽ കയറ്റിയില്ല. കാരണം ഞങ്ങൾ പറഞ്ഞുതരാം. ദേവ് ചേച്ചി ഞങ്ങളപ്പുറത്തുണ്ടായിരുന്നു. ആ ഏതോ ഏതോ ദൂരെ വെച്ചാ പോലെ വെച്ചൂടെ? ഏത് പോലീസുകാരനാ? നിങ്ങള് വരിയിൽ നിന്നിട്ടാണോ പോയെ? ക്യൂ നിന്നിട്ടാണോ പോയെ? അല്ല ഇതാല് ഞാനിത് ഇന്ന് രാവിലെ ഉറക്കെണീക്കണതിന് മുമ്പ് നിങ്ങളോട് ഇത് പറയണമെന്ന് വിചാരിച്ചു. ഞാൻ എണീറ്റ സമയത്ത് ഞാൻ മറന്നു പോയതാണ്. ഞാനിത് ഓർത്താണ്. കുഴപ്പമില്ല. പ്രാർത്ഥിച്ചില്ല പുറത്തുനിന്ന്. കുടിച്ചോ? അവിടെ ഫ്രീ ആണ്. ചമ്പാരം നല്ല സമയം കുടിച്ചു. ഫ്രണ്ട്സ്, ഞങ്ങൾ അരങ്ങേറ്റത്തിന്റെ അവിടെ വന്നേക്കാണ്. അപ്പം ഞങ്ങൾ വന്നിരുന്നതും കഴിഞ്ഞു. ഫാനിന്റെ ഇനിയുണ്ടോ? അമ്മയും ടീമും പുറത്തിറങ്ങി തൊഴുതിട്ട് അപ്പൊ നമ്മൾ അവരുടെ അടുത്തേക്ക് പോവാണ്. ഫ്രണ്ട്സ് അവരിറങ്ങി, കുഞ്ഞാവ് ഇറങ്ങിയിട്ട് അപ്പൊ ഞങ്ങളങ്ങനെ ചോറ് കൊടുത്ത് വന്നു. ഭയങ്കര തിരക്കാണ് കേട്ടോ. എന്താണെന്നറിയില്ല, നല്ല തിരക്കുണ്ട്. ഈ മോളെ കുറച്ച് വെള്ളം. ഞങ്ങൾ രണ്ടാമത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അർജുമാമ നേരത്തെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം അല്ല നീയല്ല, ഞങ്ങൾ കഴിച്ചതാണ്. ആ നൂൽപുട്ട് കഴിച്ചു. ദേവ് കഴിക്കണില്ല കേട്ടോ. ദേവ് അവിടെ നിന്ന് നൂൽപുട്ട് കഴിച്ച് വന്നത് കൊണ്ട് ഇവിടെ നിന്ന് കഴിക്കും. ഒരു നൂൽപുട്ട് എല്ലാവരും കഴിച്ചു. ഫ്രണ്ട്സ്, ഇവിടെ ഫോട്ടോഷൂട്ടാണ് കേട്ടോ. ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങൾ അമ്പലത്തിന് പുറത്തിറങ്ങി. ഇനി ഞങ്ങൾ ആനപ്പന്തിയിലോട്ടാണ് പോകുന്നത്. അടുത്തത് പുറത്ത് നല്ല ചൂടാണ് കേട്ടോ. ഞങ്ങളിപ്പം കാറിൽ ഇരുന്നപ്പോഴാണെന്ന് ആശ്വാസമായത്. ഇവിടെ നിന്ന് 3 കിലോമീറ്റർ ഉള്ളൂ. ഞാൻ ആദ്യമോൻ്റെ ചോറൂണിനാണ് ലാസ്റ്റ് പോയത്, പിന്നെ പോയിട്ടില്ല. ഫ്രണ്ട്സ്, അപ്പം ഞങ്ങൾ ആനപ്പന്തിയിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ഡ്രസ്സൊക്കെ മാറിയിട്ടോ. എനിക്ക് വേണ്ട ഐസ്ക്രീം വേണ്ട പറഞ്ഞാൽ ഞാൻ എന്താ ചോക്ലേറ്റ് ഐസ്ക്രീം കഴിക്കണം. അതിന് അടുത്ത് പോയി നിൽക്കാൻ പറ്റുമോ? ചിലപ്പോ കാലൊന്നും തട്ടിയിടത്തുള്ളൂ. അല്ലെങ്കിൽ മട കൂടിപ്പോയി കാല് വാരി അടിക്കും. ആന മറ്റേ നോക്ക് നിക്കിയൊക്കെ മറ്റേ കാലുകൊണ്ട് നിന്ന് വരണവര് ഇങ്ങനെ അല്ലേ? നിക്കി കാണിക്കണവര് കാണിക്കണ ആന. ആനക്ക് ഒരു 10 ലക്ഷം രൂപ കൊടുത്ത കിട്ടും. അല്ലെ പണ്ട് തറവാട്ടിൽ ആനണ്ട് പറഞ്ഞ വലിയ പൈസക്കാരാന്ന് അർത്ഥം. ഓരോരു സമാധാനത്തിനാണ് നാം ഇത്രയും പൈസ സമ്പാദിച്ചിട്ട് എന്തെങ്കിലും ദൈവത്തിന് കൊടുത്തല്ലോ എന്നുള്ള. അതെ, ഓരോരുത്തർ ചിലപ്പോൾ ആരും വന്ന് 10 പൈസ കടഞ്ഞു വെച്ചാൽ കൊടുക്കൂല പാവപ്പെട്ടവര്. ഇത് ആനക്കുട്ടി വാത്തുമ്പി കൈ അവിടെ ബഗ്ഗി ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ്. ബഗ്ഗിയിൽ റൈഡ് പോവാം. ഫ്രണ്ട്സ്, ഇതാണ് ഒരു ആനക്കുട്ടി. ഇതാണ് അതാ പൈസക്കാരനായിട്ട് വീട്ടിൽ ആനേനെ വാങ്ങുന്ന പറഞ്ഞിട്ടുണ്ട്. മറ്റേ ഇതിലില്ല, ഡിസ്കവറിയിലും അതിലും ഇല്ല ആനപ്പിണ്ടൊക്കെ പിഴിഞ്ഞ് മറ്റേ വെള്ളം കുടിക്കുന്നത്. ഫ്രണ്ട്സ്, ഞങ്ങൾ നന്ദൻ ആനേനെ കാണാൻ പോവാണ്. ഗുരുവായൂർ നന്ദൻ. 7. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ജയറാമനെ വിളിച്ച് ചോദിച്ചാൽ ജയറാമന് ഇതൊക്കെ കറക്റ്റ് അറിയാം. ജയറാമന് അറിയാം ആനന്റെ കാര്യം, പേരൊക്കെ അറിയാം. ആന ഉണ്ടല്ലോ തുമ്പിക്കൈ കുത്തി ബാലൻസ് ചെയ്ത് നിൽക്കണം. അതിന് ഉറക്കം വരുന്നുണ്ട് കേട്ടോ. ഇല മാത്രം ഉരുന്നുണ്ടല്ലോ. അപ്പൊ കമ്പും ഇതൊക്കെ അല്ലേ കെട്ടി ഇനി അതിന്റെ അപ്പുറം കാലുകൊണ്ട് ചവിട്ടണോക്ക്. കാലുകൊണ്ട് പ്രാവശ്യം കാലുണ്ടാ? നേരത്തെ കാലുണ്ടല്ലേ അല്ലേ? നേരത്തെ വായിലിട്ടിട്ട് തുമ്പിക്കൊണ്ട് ഒറ്റ വലി എല്ലാം കാണും. ഇല മാത്രം എടുക്കണാണ് നല്ല രസം. കോട്ടുപല്ലേ ഉണ്ടാവുള്ളൂ. ഈ ആനയ്ക്കൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. അതിന്റെ ബാക്കത്തെ കാലൊക്കെ ഒറ്റ കുഞ്ഞു കാല്. വയസ്സായിട്ടുള്ള ആനയാണ് തോന്നുന്നത്. ഇവിടെ നിന്ന് ആൾക്കാർ പറഞ്ഞു പോകുന്നുണ്ട് വയസ്സായ ആനയാണ്. ഈ ആനയല്ലേ നേരത്തെ പറഞ്ഞ 7 ടൺ ആന. അങ്ങനെ ഞങ്ങൾ നടന്ന് പകുതി ദൂരെത്തി. ഞങ്ങൾ 2 സൈഡിലും ആനകളാണ്. ഒരാനയോടെ കുളിപ്പിച്ച് നിർത്തുകയാണോ കുത്തിക്കാൻ പോവുകയാണോ എന്നറിയില്ല. ഷവറൊക്കെ ഉണ്ട്.
ഫ്രണ്ട്സ് ഒരാനത മണ്ണ് വാരി എറിയണ്. നമ്മളെ കണ്ണിക്കാവാതെ നോക്കിക്കോട്ടോ മണ്ണ്. അല്ല പുറത്തോട്ട് എറിയണ്ട. എനിക്ക് തോന്നുന്നു ചൂടെടുത്തിട്ടായിരിക്കും. അല്ല അതിൻ്റെ അതാ തോട്ടി ചാരി വെച്ചേക്കുന്നത്. അതെന്തോ പ്രശ്നം അതാ അതിൻ്റെ മേത്ത് തോട്ടി ചാരി വെച്ചേക്കും. ആനേനെ മുന്നിൽ നിന്ന് പപ്പയമ്മയെ ഫോട്ടോ എടുക്കാണ് ഗൈസ്. ഈ ആനേനെ കമ്പി എന്തോ ചാരി വെച്ചേക്കാം. അമ്മ മേടിച്ചതാവുന്നു. ഗുരുവായൂരുണ്ണിക്കണ്ണനെ നടയിലിരുത്താനായി ഒരു കുട്ടിക്കൊമ്പനെ വാങ്ങി. ആനകളെയൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ചു പോവാണ്. ഭയങ്കര വെയിലും ചൂടുമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടില്ല. 2 മണിയായി. പിന്നെ ലഞ്ച് കഴിക്കണം. അപ്പോൾ കഴിച്ചിട്ട് നമ്മളിങ്ങനെ പതിയെ വീട്ടിലോട്ട് പോകും. ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങൾ ലഞ്ച് കഴിക്കാനൊരു ചെറിയൊരു ഹോട്ടലിൽ കയറിയതാണ് ഗൈസ്. നമ്മൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന വഴിക്ക് തന്നെ. അപ്പോൾ നമുക്ക് ഓർഡർ ചെയ്യാൻ പോയി. ഫ്രണ്ട്സ്, ഞാൻ ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. വന്നു. നല്ല രസമുണ്ട്. നല്ല മസാലയൊക്കെ ഞാൻ വിചാരിച്ചു രസം ഉണ്ടാവില്ല. വിചാരിച്ചു നല്ല രസമുണ്ട്. ഫ്രണ്ട്സ്, ഞങ്ങൾ യാദൃശ്ചികമായിട്ട് ഇങ്ങനെ പോകുന്ന വളാഞ്ചേരി വഴി. അപ്പോൾ ഒരു സ്ഥലപ്പേരുണ്ടെന്ന് അന്തം വിട്ട് നിൽക്കുന്നു. അത്തിപ്പാറ. അപ്പൊ നിക്കിന്റെ അമ്മച്ചി ഇവിടെ എവിടെ ഉണ്ടാവും. സോറി, അത്തിപ്പറ്റാണ്. അത്തിപ്പറ്റാണിത്. ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങൾ നമ്മളെ എവിടുന്നാണോ കയറിയത് അവിടെ തന്നെ ഇറങ്ങിയിരിക്കുന്നു. സാധനങ്ങളൊക്കെ തിരിച്ചു സാധനങ്ങളൊക്കെ തിരിച്ചെടുക്കുക വെക്കാണ്. തുഞ്ഞാവിനൊക്കെ തിരിച്ചു വെച്ചാണ് കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ അവരെല്ലാവരും ഇറങ്ങി അവരുടെ വണ്ടിയിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ നിന്നാണ് എടുത്തത് ഗൈസ്. അപ്പം അവരങ്ങനെ പോയി. ഞങ്ങൾ ഇനി വീട്ടിലേക്ക് പോവാണ്. നമ്മളിവിടുന്ന് 5 മണിക്ക് 5:15 സ്റ്റാർട്ട് ചെയ്തതാണ് കേട്ടോ. ഇപ്പൊ സമയം എത്ര? 7:05 7:05 നമ്മൾ തിരിച്ചിവിടെ എത്തുന്നത്. ഇങ്ങോട്ട് വന്നപ്പോ നമ്മളവിടെ 3:30 ആയപ്പോഴാണ് പോകുന്നത്. ഇങ്ങോട്ട് വന്നപ്പോ ഭയങ്കര ട്രാഫിക്. പെരുന്തൽമണ്ണ ഒരു 1/4 മണിക്കൂർ വെറുതെ പോയി. പിന്നെ ചായ കുടിക്കാൻ അങ്ങോട്ട് പോയപ്പോ സുഖമായിട്ട് പോയി. തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ വേഗം എത്തി അവിടെ. അപ്പൊ ചായ കുടിയും ബ്ലോക്ക് എല്ലാം കൂടെ ഒരു 1.5 മണിക്കൂർ. അതെ അതെ അതെ. ദേവുവിന്റെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞു. ഫ്രണ്ട്സ്, അപ്പം ഞങ്ങൾ വീട്ടിലെത്തി. എന്താ അപ്പം നല്ലൊരു ദിവസമായിരുന്നു ഗൈസ് ഇന്ന്. അപ്പം അവരൊക്കെ പോയി. നമ്മുടെ ആകെ ക്ഷീണിച്ചു ഗൈസ്. ഞാൻ പിന്നെ കുറച്ച് നേരം ഉറങ്ങിയോണ്ട് കുഴപ്പമില്ല. അപ്പം ഇനി ഒന്ന് ഫ്രഷ് ആയിട്ട് വേണം എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ചെറിയ നമ്മൾ ആനപ്പന്തി കുറച്ച് ക്ലിപ്സ് എടുത്തിട്ടുണ്ട്. അപ്പം എന്തെങ്കിലുമൊക്കെ ഒരു പാട്ട് വെച്ച് കിട്ടണം. നിൽക്കുമ്പോൾ ഇതാ വന്നപ്പോൾ മുതൽ മണത്തൊക്കെ തുടങ്ങിയതാണ്. ആനേൻ്റെ വല്ല സ്മെല്ലും കിട്ടിയോന്ന് അറിയില്ല. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പം ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യുക. ഞാൻ അപ്പോൾ അങ്ങോട്ട് ഈ ഡിസെൻഡിങ് ഓർഡറിലാണ് പറയുന്നത്. സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പം എല്ലാവർക്കും ബൈ ബൈ.